മലയാളി വൈദികനും MCBS സഭാംഗവുമായ ഫാദർ മാത്യു പഴയവീട്ടിൽ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അന്തരിച്ചു. ജർമ്മനിയിലെ കൊളോണിൽ ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉറ്റ ബന്ധുവായ വിദ്യാർത്ഥിനി ജർമ്മനിയിലെ ന്യൂറംബർഗിൽ പനി ബാധിച്ചു മരിച്ചു. രാജ്യത്ത് 2 ഇടങ്ങളിലായി നടന്ന ഈ മരണം ഉറ്റ ബന്ധുക്കളെ ഏറെ വിഷമിപ്പിക്കുകയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും. ജർമ്മനിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ജോസ് കുമ്പിളിവേലിൽ നൽകുന്ന റിപ്പോർട്ട്. ജർമ്മനിയിലെ ന്യൂറംബർഗിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനി നിര്യാതയായി. കോഴിക്കോട് കുറ്റ്യാടി ചക്കിട്ടുപാറ ഡോണ ദേവസ്യ പേഴത്തിങ്കൽ എന്ന 25-കാരിയാണ് തിങ്കളാഴ്ച പുലർച്ചെ മരിച്ച നിലയിൽ മുറിയിൽ കാണപ്പെട്ടത്. 2 ദിവസമായി പനി ബാധിതയായിരുന്നു. വൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ് വിഷയത്തിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് കസ്റ്റഡിയിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കാരം നാട്ടിൽ നടത്താനാണ് വീട്ടുകാരുടെ ആഗ്രഹം. മരണവിവരം ബെർലിനിലെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഡോണയുടെ സുഹൃത്തുക്കൾ ശ്രമിച്ചു വരികയാണ്. 2 വർഷമായി ഡോണ ജർമ്മനിയിൽ എത്തിയിട്ട് ജോലി സംബന്ധമായി ന്യൂറംബർഗിലാണ് താമസിച്ചിരുന്നത്. ചക്കിട്ടുപാറ പേഴത്തിങ്കൽ ദേവസ്യയുടെയും മോളിയുടെയും മകളാണ് ഡോണ. കൊളോണിലെ ഫ്രഷനിൽ അന്തരിച്ച ഫാദർ മാത്യു പഴയ വീട്ടിലെ ബന്ധു കൂടിയാണ് ഡോണ. ഫാദർ മാത്യുവിന്റെ കരുതലാണ് ഡോണയെ ജർമ്മനിയിൽ പഠനത്തിനായി എത്തിച്ചത്. ചെമ്പനോട് സ്വദേശിയായ ഡോണ പഠനത്തിൽ ഏറെ സമൃദ്ധയായിരുന്നുവെന്ന് പിതൃസഹോദരൻ മാത്യു പേഴത്തിങ്കൽ പറഞ്ഞു. പെൺകുട്ടി അടുത്ത സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ ഈ വർഷം വരുമോ എന്നറിയില്ല എന്ന് പറഞ്ഞതുപോലും ഏറെ വേദനയോടെയാണ് ആളുകൾ കേട്ടത്. ക്ലാസ്സും പഠിത്തമൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നു. പിന്നെ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ഒക്കെ ലീവൊക്കെ കഴിഞ്ഞ് നാളെയാണ് കോളേജിന് അടുത്ത ട്രിപ്പ് തുറക്കുന്നത്. പിന്നെന്താ 2 കൊല്ലമായി പോയിട്ട്. എപ്പോഴേലും വരും, നോക്കട്ടെ. കൊല്ലം എപ്പോഴേലും ഉണ്ടാവും, ഉറപ്പൊന്നുമില്ലടി. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഇതിൽ പഠിത്തം അത് ഇതെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രൊജക്റ്റ് അതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അതാ പിന്നെ ഇതാവാത്ത. നോക്കട്ടെ, ഈ കൊല്ലം നോക്കണം എന്ന് വിചാരിക്കുന്നു. അറിയില്ല എന്താകൂന്ന്. MCBS സഭാംഗവും കൊളോൺ ഫ്രഷനിലെ ബുഷ്പെൽ സെയിന്റ് ഉൾറിഷ് ഇടവകയിലെ ചാപ്ലൈനുമായ ഫാദർ മാത്യു പഴയവീട്ടിൽ ജർമ്മനിയിൽ അന്തരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം കുർബാന അർപ്പിക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കൂരാച്ചുണ്ട് വട്ടച്ചിറ സെന്റ് ഗബ്രിയേൽ യൂണിറ്റിലെ പഴയവീട്ടിൽ കുടുംബാംഗമാണ് ഫാദർ മാത്യു. 2000 മുതൽ ഫ്രഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. 1992 പൗരോഹിത്യം സ്വീകരിച്ചത്. 96 വരെ കർണാടകയിലെ ഷിമോഗയിൽ മിഷണറിയായും ജോലി ചെയ്തു. 1999 വരെ വൈദിക സെമിനാരിയിൽ ടീച്ചറായും ജോലി ചെയ്തിരുന്നു. ഏതായാലും ബന്ധുക്കളുടെ ഈ മരണം ജർമ്മനിയിൽ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന വേദനയോടൊപ്പം നാട്ടിലും നൊമ്പരമായി മാറിയിരിക്കുകയാണ്.